സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ഈ കോട്ടയ്ക്കുള്ളിൽ മനുഷ്യർക്ക് പ്രവേശനമില്ല. രാത്രികാലങ്ങളിൽ ഇവിടെ പ്രവേശിക്കുന്നത് ഭാരത സർക്കാർ തന്നെ നിയമപരമായി വിലക്കിയിരിക്കുന്നു. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാത്രികാലങ്ങളിൽ ആരും പോകാൻ ഭയക്കുന്ന ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസുകളുടെ ലിസ്റ്റ് എടുത്താൽ നമുക്കതിൽ ഒന്നാമതായി കാണാൻ സാധിക്കുന്ന രാജസ്ഥാനിലെ ഭാൻഗർ കോട്ടയെ പറ്റിയാണ്. കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നാടായ രാജസ്ഥാനിൽ തന്നെയാണ് ഭാൻഗർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ ആൾവാർ മേഖലയിലാണ് നൂറ്റാണ്ടുകളായി ആളുകളെ ഭയപ്പെടുത്തുന്ന ഈ ഭാൻഗർ കോട്ട നിലനിൽക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ കോട്ടയുടെ നാശത്തിന് പിന്നിലുള്ള കഥയും ആളുകളുടെ പ്രസ്താവനയും ലോകം മുഴുവൻ പ്രസിദ്ധമാണ്. പ്രേത കഥകൾക്കുമപ്പുറം ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഭാൻഗഡ്. അക്ബറിന്റെ രാജസഭയിലെ അംഗങ്ങളിൽ ഒരാളായിരുന്ന മധോ സിംഗ് തൻ്റെ മകനായ മാൻസിംഗിന് വേണ്ടിയാണ് ഈ കോട്ട പണിതത്. ഇതിൻ്റെ വസന്തകാലത്ത് അന്ന് 10,000-ത്തിലധികം ആളുകൾ ഈ കോട്ടയിൽ കഴിഞ്ഞിരുന്നത്രേ. പക്ഷേ ചരിത്രത്തിൻ്റെ ഇടവേളയിൽ എപ്പോഴോ ഇവിടം ശൂന്യമാകുന്നു, മനുഷ്യവാസം ഇല്ലാത്തതാകുന്നു. ഒരു കാലത്ത് വ്യാപാര സമൃദ്ധിയിൽ നിന്നിരുന്നതായിരുന്നു ഈ ഭാൻഗർ കോട്ട. അവിടെ രാജ്മഹൽ, ഭവനങ്ങൾ, ക്ഷേത്രങ്ങൾ തുടങ്ങി പലതുമുണ്ടായിരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ചുവന്ന മണൽപ്പാറ കെട്ടിടങ്ങൾ സ്വർണ്ണപ്രകാശത്തിൽ തിളങ്ങുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. ബസാറിൽ ആളുകൾ തിരക്കോടെ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നത്, വിൽപ്പനയ്ക്ക് നിൽക്കുന്നത്, അങ്ങനെ സമൃദ്ധിയിൽ നിന്നിരുന്ന ഭാൻഗർ കോട്ടയെ ചുറ്റിപ്പറ്റി പിന്നീട് പിറന്നത് ശാപകഥകളും പ്രേതകഥകളും രഹസ്യങ്ങളും നിഗൂഢതകളുമായിരുന്നു. ഭാൻഗർ കോട്ടയെപ്പറ്റി പറയുന്നതിൽ ഏറ്റവും പ്രസിദ്ധമായ കഥ ഇങ്ങനെ. അന്ന് ഭാൻഗർ കോട്ടയിൽ രത്നാവതി എന്ന അതിസുന്ദരിയായ രാജകുമാരി ഉണ്ടായിരുന്നു. രത്നാവതിക്ക് വിവാഹപ്രായമായപ്പോൾ പല നാടുകളിൽ നിന്നും രാജകുമാരന്മാർ അവളെ ഭാര്യയാക്കാമെന്ന അതിയായ ആഗ്രഹത്തോടെ രാജാവിനെ സമീപിക്കുകയുണ്ടായി. എന്നാൽ ആയിടെ അവിടെ വന്ന സിംഗിയ എന്ന ദുർമന്ത്രവാദി, അയാൾ രത്നാവതിയെ അപ്രതീക്ഷിതമായി കാണുകയും അവളിൽ ആകർഷനാകുകയും ചെയ്തു. അവളെ ഏതു വിധേനയും സ്വന്തമാക്കണമെന്ന മോഹം അയാളിൽ ഉറച്ചു. തൻ്റെ ഈ മോഹം നേരായ മാർഗത്തിൽ നടക്കില്ല എന്ന് സിംഗിയയ്ക്ക് പരിപൂർണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ദുർമന്ത്രവാദത്തിലൂടെ അല്ലാതെ രത്നാവതിയെ സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് അയാൾ മനസ്സിലാക്കി. ആയിടെ ബസാറിലെത്തിയ രാജകുമാരിയുടെ ദാസിയെ സിംഗിയ കണ്ടു. രത്നാവതിക്കായി എണ്ണ വാങ്ങുന്നതിന് വേണ്ടി വന്നതായിരുന്നു ആ ദാസി. അവൾ എണ്ണ വാങ്ങുന്നത് കണ്ട ദുർമന്ത്രവാദി ആ എണ്ണയിൽ ചില മന്ത്രക്രിയകൾ ചെയ്തു. ആ എണ്ണയുമായി ദാസി കോട്ടയിലേക്ക് തിരിച്ചു. താൻ മന്ത്രക്രിയകൾ ചെയ്ത ആ ഒരു എണ്ണ തലയിൽ തേച്ചാൽ രത്നാവതിക്ക് തന്നെ സ്വീകരിക്കേണ്ടി വരുമെന്ന കണക്കുകൂട്ടലായിരുന്നു സിംഗിയ. പക്ഷേ ഈ തന്ത്രം എങ്ങനെയോ മനസ്സിലാക്കിയ രത്നാവതി അത് തൻ്റെ തലയിൽ തേക്കാതെ നിലത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. എണ്ണ വീണ മണ്ണ് ചുരുണ്ട് കട്ടികൂടി ഒടുവിൽ അതൊരു പാറയായി മാറുകയായിരുന്നു. ആ പാറ മന്ത്രവാദിയുടെ നേർക്ക് ഉരുണ്ടെത്തി അതിടിച്ച് സിംഗിയ മരണപ്പെട്ടു എന്നാണ് പ്രസിദ്ധമായ ആ കഥ. എന്നാൽ മരിക്കും മുമ്പ് സിംഗിയ കഠിനമായ ഒരു ശാപം കൂടെ നടത്തിയിരുന്നു. ഭാൻഗഡിൻ്റെ സർവനാശം, അതായിരുന്നു സിംഗിയയുടെ അവസാനത്തെ ശാപം. ശാപത്തിൻ്റെ ഫലമായിട്ടോ എന്തോ അടുത്ത വർഷം തന്നെ അയൽ രാജ്യമായ അജബ്ഗഡ് ഭാൻഗഡിനെ ആക്രമിച്ചു. ഭാൻഗഡിലുള്ള എല്ലാവരും അജബ്ഗഡ് സൈന്യത്തിൻ്റെ വാളിനിരയായി. ആ ആക്രമണത്തിൽ രത്നാവതിയും കൊല ചെയ്യപ്പെട്ടു. അന്നു മുതലാണ് ഭാൻഗഡിൻ്റെ നിഗൂഢതകൾ തുടങ്ങുന്നത്. പിന്നീട് അവിടം ശ്മശാന തുല്യമായിരുന്നു. മനുഷ്യരാരും തന്നെ അവിടെ പോകാനോ താമസിക്കാനോ തയ്യാറായില്ല. എല്ലാവർക്കും ഭയമായിരുന്നു. കോട്ടയ്ക്കകത്ത് പ്രവേശിച്ചവരും അതിൻ്റെ സമീപത്തൂടി പോയവർക്കുമൊക്കെയും പലതരത്തിലുള്ള ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. കോട്ടയ്ക്കുള്ളിൽ കടന്നവരിൽ ചിലർക്ക് ഇരുട്ടിൽ പെട്ടെന്ന് ഒരു കൈ വന്ന് തങ്ങളെ വീശി അടിച്ചതായി തോന്നിയെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ കോട്ടയ്ക്ക് സമീപത്തൂടി നടന്നു പോയവർക്ക് പെട്ടെന്ന് ചില വെളിച്ചങ്ങൾ, ചില പ്രകാശങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ടും ക്ഷണനേരം കൊണ്ട് ചില രൂപങ്ങൾ മുന്നിലൂടെ തെന്നി മറയുന്നതായിട്ടും ഒക്കെ തോന്നിയിരുന്നു. അതുപോലെ തന്നെ കോട്ടയ്ക്കുള്ളിൽ നിന്നും രാത്രികാലങ്ങളിൽ ചില ചീറുന്ന സ്ത്രീ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നും പിന്നീട് അതൊരു പൊട്ടിക്കരയുന്ന ശബ്ദമായി മാറാറുണ്ടെന്നും ഒക്കെ പറയപ്പെടുന്നു. ഇനി മറ്റൊരു കഥ കൂടി കേൾക്കാം. ഭാൻഗർ കോട്ട പണിയുന്നതിന് മുൻപ് അവിടെ ബാബ ബാലുനാഥ് എന്നു പേരുള്ള ഒരു സാധു സന്യാസി ധ്യാനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാസസ്ഥലമായിരുന്നു അവിടെ. രാജാ മാധോ സിംഗ് ഈ കോട്ട പണിയുമ്പോൾ സന്യാസി കർശനമായ ഒരു വ്യവസ്ഥ വെച്ചിരുന്നു.
അതായത് കോട്ട ഒരിക്കലും തൻ്റെ വാസസ്ഥലത്തിന് ഒരു നിഴലായി വരാൻ പാടില്ല. അത്തരം ഒരു വ്യവസ്ഥയോടുകൂടിയാണ് സന്യാസി ഈ കോട്ട പണിയാൻ രാജാ മാധോ സിംഗിന് അനുമതി നൽകിയത്. അങ്ങനെ കോട്ട സന്യാസി പറഞ്ഞ രീതിക്ക് തന്നെ പണി കഴിപ്പിച്ചു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തുടർന്ന് വന്ന ഭരണാധികാരികളിൽ ആരോ ഒരാൾ കോട്ടയുടെ മതിലുകൾ ഉയർത്തി. ആ ഉയർത്തിയ മതിലുകൾ സന്യാസിയുടെ സങ്കേതത്തിന് നിഴൽ വീഴ്ത്തി. സന്യാസിയുടെ കർശനമായ ആ നിർദ്ദേശത്തിന്, ആ ഒരു വ്യവസ്ഥയ്ക്ക് അവിടെ ഭംഗം സംഭവിച്ചു. കേട്ടറിഞ്ഞ കഥയനുസരിച്ച് ആ ശാപം, സന്യാസി പറഞ്ഞ വ്യവസ്ഥ തെറ്റിച്ച ആ ഒരു ശാപം കൊണ്ടാണ് കോട്ട നശിച്ചതെന്നും കോട്ടയെ കൊള്ളയടിക്കപ്പെട്ടതെന്നും ജനങ്ങൾ അവിടെ നിന്നും ഒറ്റ രാത്രി കൊണ്ട് കോട്ട ഉപേക്ഷിച്ച് പോയതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതൊന്നും തന്നെയല്ല അന്നത്തെ കടുത്ത ക്ഷാമവും വരൾച്ചയും രാഷ്ട്രീയ അസ്ഥിരതയുമൊക്കെയാണ് പട്ടണത്തിൻ്റെ ഉപേക്ഷിക്കലിന് കാരണമെന്ന് ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. ഇന്ന് ഭാൻഗർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അവിടെ സന്ദർശകർക്ക് പ്രവേശനമുണ്ട്, പക്ഷേ പകൽ മാത്രം. രാത്രികാലങ്ങളിലോ സൂര്യോദയത്തിന് മുൻപോ സൂര്യാസ്തമയത്തിന് ശേഷമോ അവിടെ പ്രവേശനമില്ല. സത്യത്തിൽ കേട്ടുകേൾവികൾക്കും അപ്പുറം എന്തൊക്കെയോ നിഗൂഢതകൾ ഈ മണ്ണിൽ ഒളിഞ്ഞിരിപ്പില്ലേ? നിങ്ങൾ ഭംഗർകോട്ടയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഇതിലേത് കഥയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? നിങ്ങൾ ഈ കഥകളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണേ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്